മൂത്രപ്പഴുപ്പ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. പ്രധാനമായിട്ടും നമ്മളൊരു 6 ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് ഈ മൂത്രപ്പഴുപ്പ് വരുന്നതും ഇടയ്ക്കിടയ്ക്ക് ഇത് വന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഈ 6 ശീലങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾ മൂത്രപ്പഴുപ്പ് എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം. മൂത്രപ്പഴുപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ് വരുന്നതാണ്. അപ്പോൾ ഈ പഴുപ്പ് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വരണമെങ്കിൽ എന്ത് വേണം? ബാക്ടീരിയ വരണം അല്ലേ? അപ്പോൾ ഈ ബാക്ടീരിയ മൂത്രത്തിൽ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? മൂത്രപ്പഴുപ്പ് എന്ന് പറയാം. ഈ ബാക്ടീരിയ വന്നിട്ട് നമ്മുടെ മൂത്രത്തിൻ്റെ സഞ്ചിയിലും അതേപോലെ അതിൻ്റെ പോകുന്ന മൂത്രനാളങ്ങളിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അതിനെയാണ് മൂത്രപ്പഴുപ്പ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയം വരും, അപ്പോൾ ആൾറെഡി അവിടെ മൂത്രത്തിൽ ബാക്ടീരിയ ഉണ്ടാവൂലേ? മൂത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മണക്കുന്നൊരു സാധനമല്ലേ, ബാക്ടീരിയ ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മൂത്രത്തിൽ നമ്മളെ വയറിൻ്റെ അകത്ത് ബ്ലാഡറിൽ മൂത്രസഞ്ചിയിൽ കിടക്കുന്ന സമയത്ത് ഒരു ബാക്ടീരിയ അതിലുണ്ടാവില്ല, അതിനൊരു മണം ഉണ്ടാവില്ല. അപ്പോൾ ഈ ശുദ്ധമായിട്ടുള്ള മൂത്രത്തിലേക്ക് എങ്ങനെ ബാക്ടീരിയ എത്തുന്നത്? നല്ലൊരു ചോദ്യമല്ലേ അത്. അപ്പോൾ ഇതെങ്ങനെ പുറത്തുനിന്ന് മേലിലേക്ക് കയറി പോയിട്ടുണ്ടാവുന്നതാണ്. പുറത്തുനിന്ന് പറയുമ്പോൾ മൂത്രനാളം പുറത്തേക്ക് വന്ന് തുറക്കുന്നുണ്ടല്ലോ, അതിലൂടെ കയറിപ്പോയി നമ്മളെ മൂത്രസഞ്ചിയിലൊക്കെ ചെന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന 6 ശീലങ്ങളും ഈ ബാക്ടീരിയനെ ഉള്ളിക്ക് പോ എന്നും പറഞ്ഞ് ഉള്ളിലേക്ക് തിരികെ കയറ്റുന്ന ചില ശീലങ്ങളാണ്. ഈ 6 ശീലങ്ങൾ നമ്മൾ നിർത്തുന്നതോടുകൂടെ ഈ ബാക്ടീരിയക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റൂല. അപ്പം എന്താവില്ല? മൂത്രപ്പഴുപ്പ് വരില്ല. അപ്പോൾ ഈ മൂത്രപ്പഴുപ്പ് ഉണ്ടാക്കുന്ന 6 ശീലങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയാം, കേട്ടോളിട്ടോ. ഈ 6 ശീലങ്ങളും പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെ ബ്ലാഡർ ഉണ്ടല്ലോ, മൂത്രസഞ്ചി, അത് നിങ്ങൾ നാട്ടിലുള്ള കുളം പോലെ സങ്കല്പിക്കുക. ആ കുളത്തിലുള്ള വെള്ളം നമ്മൾ ഈ സഞ്ചിയിലുള്ള മൂത്രം പോലെ. ഈ കുളത്തേക്ക് നിങ്ങൾ വേനൽക്കാലത്ത് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ വെള്ളം വറ്റി കിടക്കുന്നുണ്ടാവും, കുറച്ച് വെള്ളം ഇങ്ങനെ താഴെ ഉണ്ടാവും. അതിനൊരു മണവും കളറൊക്കെ മാറി ആകെ കലങ്ങി കിടക്കുന്നുണ്ടാവും. നമുക്ക് കുടിക്കാനോ കുളിക്കാനോ ഒന്നിനും അത് പറ്റൂല. എന്നാൽ മഴയൊക്കെ പെയ്ത് അതിലേക്ക് കുറേ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നല്ല തെളിഞ്ഞ് നീല കളറായിട്ട് നിൽക്കുകയും ചെയ്യും അല്ലേ. പിന്നെ ആ വെള്ളം ഇങ്ങനെ ഒഴിയോണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ക്ലിയർ ഇങ്ങനെ കൂടും, അത് നല്ല വൃത്തിയുള്ള വെള്ളമായിട്ട് എപ്പോഴും നിൽക്കുകയും ചെയ്യും. ഇതേപോലെയാണ് നമ്മളെ ബ്ലാഡർ. ആ ബ്ലാഡർക്ക് നിങ്ങൾ നേരത്തെ കുളത്തേക്ക് മഴ പെയ്ത പോലെ എപ്പോഴും ഇങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടിരുന്നാൽ, വെള്ളം കുടിച്ചിട്ട് അതിക്ക് മൂത്രം ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മൂത്രം കെട്ടി കിടക്കൂല. അപ്പം ആ മൂത്രം എപ്പോഴും ശുദ്ധിയായിട്ട് നല്ല മൂത്രമായിട്ട് കിടക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നാലോ നല്ല ഒഴുക്കുണ്ടാവും, അപ്പോഴും അതിൽ ബ്ലാഡറിൽ എന്ത് ചെയ്യില്ല, പ്രശ്നം വരില്ല, മൂത്രത്തിൽ പഴുപ്പ് വരില്ല. അപ്പോൾ 2 ശീലങ്ങളും ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണ്? മൂത്രം പിടിച്ചു വെക്കരുത്, കെട്ടിക്കിടക്കാൻ സമ്മതിക്കാൻ പാടില്ല. പിന്നെയോ പ്രധാനമായിട്ടും വെള്ളം നന്നായിട്ട് കുടിച്ചു കൊടുക്കുക. വെള്ളം നന്നായിട്ട് കുടിച്ചു കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടും. അപ്പം നല്ല ഒഴുക്കുണ്ടാവും, കുളത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ. അപ്പോൾ മൂത്രത്തിൽ പഴുപ്പ് വരില്ല. പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മലം പോകുന്ന ദൂരവും മൂത്രത്തിൻ്റെ ദൂരവും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ദൂര വ്യത്യാസമില്ല. നേരത്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ മലം പോയതിന് ശേഷം നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് ഈ മലത്തിന് ചെറിയ പാർട്ടിക്കിൾസ്, ചില കഷ്ണങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ മൂത്രം പോകുന്ന അവിടേക്ക് എത്തിപ്പെടും. അങ്ങനെ അവിടെ ആ മലത്തിലുള്ള ബാക്ടീരിയ എന്ത് ചെയ്യും, മേലിലേക്ക് ഈ മൂത്രത്തിലൂടെ കയറിപ്പോയി ഇൻഫെക്ഷൻ പെട്ടെന്ന് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ മലം പോയി കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കുന്ന സമയത്ത് മുകളിലേക്ക് ക്ലീൻ ആക്കാതിരിക്കുക. മാക്സിമം വെള്ളം കൊണ്ട് തന്നെ അടിച്ചിട്ട് ആ ഭാഗത്തുള്ള മലമൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അവിടെ എന്ത് ചെയ്യുക, ആ ഭാഗത്ത് തന്നെ ഒതുങ്ങുന്ന രീതിയിൽ വേണം ക്ലീൻ ആക്കാൻ. പിന്നെ 4മത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ടോയ്ലറ്റ് പോയതിൻ്റെ ശേഷമൊക്കെ അവിടെ നനവ് ഒരിക്കലും നിൽക്കരുത്. അവിടെ നല്ല തുടച്ച് നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കണം ആ ഒരു ഭാഗം. 5മത്തെ കാര്യം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പ്രത്യേകിച്ചും പെണ്ണുങ്ങൾ ഒന്ന് മൂത്രമൊഴിച്ച് ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം കിടന്നുറങ്ങാനൊക്കെ. അവസാനമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പാൻസ് ജീൻസൊക്കെ ടൈറ്റ് ഉള്ളത് എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യാൻ പാടില്ല. കഴിവതും കോട്ടൻ്റെ നല്ല ലൂസുള്ള ക്ലോത്ത്സ് മാത്രമേ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ മൂത്രപ്പഴുപ്പ് വരുന്നത് നമുക്ക് കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റും.